ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണ്, എൻ്റെ കൃഷി കുറച്ച് ചെയ്തിരുന്നല്ലോ, അതെല്ലാം പോയി കേട്ടോ. ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു, അത് പോയി എടുത്തു. അപ്പം എന്തേ എൻ്റെ പച്ചമുളകെല്ലാം കുറച്ച് ദിവസം ഇല്ലാഞ്ഞതിന് മാത്രം പച്ചമുളകെല്ലാം ഉണങ്ങി അതിൻ്റെ മൂട്ടി കിടന്നു. ഞാനതെല്ലാം പെറുക്കി എടുത്തു. എന്താണെന്നറിയാം, നമുക്ക് കടുവ് പെറുക്കാൻ എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ പെറുക്കി എടുത്തു. ഇനി നല്ലവണ്ണം ഒന്ന് ഉണക്കണം. പിന്നെ ഇന്നത്തേക്ക് വേണ്ടി മാത്രം ഒരു ഇച്ചിരി പച്ചമുളക് ഞാൻ പിച്ചുള്ളൂ, നമ്മുടെ ഇന്നത്തെ കറിക്ക് വേണ്ടുന്നത് മാത്രം. ഇഷ്ടം പോലെ നിപ്പുണ്ട്, പക്ഷേ ഞാനിനി എല്ലാം ആദ്യം മുതൽ ചെയ്ത് തുടങ്ങണം. അവിടെ എല്ലാം കാടും പിടിച്ചു. പിന്നെ എൻ്റെ വഴുതനങ്ങ കണ്ടോ, 3 സൈസ് വഴുതനങ്ങ ഞാൻ നട്ടായിരുന്നു. ഇനി നിപ്പുണ്ട് കേട്ടോ, ഞാൻ കുറച്ചിങ്ങനെ പിച്ചെന്നേ ഉള്ളൂ. ഇതേ നീളമുള്ള വഴുതനങ്ങ കണ്ടോ, പിന്നെ ഉരുളിൻ്റെ വയലറ്റ് കളറുള്ള വഴുതനങ്ങ, പിന്നെ വേറൊരു മോഡൽ വഴുതനങ്ങ. ഈ 3 സൈസ്, 4-5 സൈസ് ഞാൻ നട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ 3 മാത്രമേ കിളിച്ചു വന്നിട്ടുള്ളൂ. എന്തൊക്കെയാണ് നട്ടതെന്ന് റിയലി എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കാന്താരിയിലോട്ട് ചെന്നപ്പോഴത്തേനെ കാന്താരി മൊത്തം പഴുത്ത് വീണ് അതിൻ്റെ മൂട്ടിലെല്ലാം കിടക്കുന്നത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് പറിച്ച കാന്താരിയാണിത് കേട്ടോ. കുറേ കാന്താരി പഴുത്ത് അതിൻ്റെ അകത്ത് നിന്നതാണ്. അത് ഞാൻ പറിച്ചിങ്ങെടുത്തത്. ഞാൻ വിചാരിച്ചേ ഇത് ഉണക്കി പൊടിച്ച് വെക്കാമെന്ന്. അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെക്കാം. എന്ത് ചെയ്യാൻ പോകുന്നതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പം ഇപ്പം വന്നിട്ട് ഞാൻ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ സമയം കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ അത്യാവശ്യം വേണ്ടുന്ന ഇത് വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഓടിപ്പോയി ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, വഴുതനങ്ങ കിളിച്ച് നിൽക്കുന്നത്, നീളമുള്ള വഴുതനങ്ങ കണ്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 4-5 സൈസ് വഴുതന നട്ടായിരുന്നു. എനിക്ക് ഒത്തിരി അടുത്തുനിന്ന് അരിയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ പഞ്ചായത്തിൽ നിന്ന് അരി കിട്ടി. അപ്പോൾ ആ അരികളെല്ലാം ഞാൻ എന്നിട്ട് കിളിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ 3 സൈസ് വഴുതനയെ ഞാൻ കിളിച്ചത് കണ്ടുള്ളൂ. വെള്ള വഴുതന, പിന്നെ ഈ വയലറ്റ് കളറിലെ വഴുതനയും, പിന്നെ പച്ച കളറിലെ നീളമുള്ള വഴുതനങ്ങ, ഇത് 3 ഇപ്പം കിളിച്ചിട്ടുള്ളൂ. പിന്നെന്താ പറയുന്നത് കണ്ടോ, വഴുതനങ്ങ എല്ലാം കിളിച്ചിരിക്കുന്നത്, വയലറ്റ് കളറിലെ വഴുതനങ്ങയൊക്കെ കിളിച്ചിരിക്കുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കിളിച്ച് നിൽക്കുന്നത് ഞാൻ കാണിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കിളിച്ച് നിൽക്കുന്നത്. എനിക്ക് പക്ഷേ വഴുതനങ്ങ എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ നല്ല ഭംഗിയല്ലേ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് പൂവിട്ട് കിളിച്ചൊക്കെ വരുമ്പം കിട്ടുന്ന ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതെല്ലാം കണ്ടിട്ട് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്നത് കാരണം ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുക, ഫുൾ കാടാണ്, പോച്ച കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇന്ന് നമുക്ക് പാടം അടുത്തുള്ളത് കാരണം അതിന് കൊണ്ടുവരുന്ന ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാവുണ്ട് കണ്ടോ. ഞങ്ങളുടെ മാവിനകത്തെല്ലാം ഫുൾ മാങ്ങ ഒത്തിരി പഴുത്ത് കൊഴിഞ്ഞു വീണു കേട്ടോ. ഇപ്പോഴേ എനിക്ക് ഒരു ബോധോദയം ഉണ്ടായോ, നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കേണ്ടതുണ്ട്. എനിക്ക് എല്ലാത്തിന്റെ പേരൊന്നും പറയാനറിയില്ല. ഇതിപ്പോ ഞാൻ മമ്മിയോട് ചോദിച്ചന്നേരം പറഞ്ഞ് വെള്ള മൂവാണ്ടൻ, കറുത്ത മൂവാണ്ടൻ, വെള്ള മൂവാണ്ടനും ഉണ്ട്. അപ്പൊ ഇത് വെള്ള മൂവാണ്ടനാണ്. നിറച്ചില കാണാത്ത കണക്ക് മാങ്ങ പിടിച്ചിരിക്കും. എല്ലാം പൊഴിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളത് നല്ല കാറ്റാണ് ഏത് സമയം, ഫ്രഷ് എയർ. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, അപ്പം മാങ്ങയെല്ലാം ഞങ്ങൾ പറിച്ചു വെച്ചു. നല്ല വെയിലുണ്ട്, ഞാൻ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം ഇത് കിട്ടുമെന്ന് ആ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ ശരിക്കും കഴിക്കും. ഇതിനോടൊന്നും എനിക്ക് വലിയ പ്രിയമില്ല. പിടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, പറിച്ചു വെക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാറ്റുണ്ട്. ഇത് ഞങ്ങളുടെ പാടം വരമ്പത്ത് നിൽക്കുന്ന മാങ്ങയാ കണ്ടോ. ഞങ്ങളുടെ പാടം ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പാടം കാറ്റുള്ളതിനൊക്കെ കണ്ടോ, ഫുൾ പാടമാണ് ഞങ്ങളുടെ പാടം. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം ഞാനിപ്പം പാടത്തിന്റെ കാര്യം പറയുന്നുണ്ട്. മാങ്ങ എല്ലാം പറിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ കൈസർ ഞാൻ എങ്ങോട്ട് പോയാലും എനിക്കാണെങ്കിൽ ഞങ്ങൾ 3 പേര് ഞങ്ങൾ മാങ്ങ പറിക്കാൻ വന്നതുകൊണ്ട് അവൻ കൂടെ വന്ന് നിൽക്കുക. പിന്നെ ഞങ്ങളുടെ ഇത് ഇഷ്ടം പോലെ പേരമരമുണ്ട്. അകത്ത് റെഡ് കളറുള്ള പേരയുണ്ട്, വെള്ളയുണ്ട്. പക്ഷേ എനിക്ക് ഈ റെഡ് കളറുള്ള പേര എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഇതിന് നിറച്ച് മഞ്ഞ കളറ് പഴുത്ത് നിൽക്കുകയാണ്. അപ്പം എനിക്ക് കാരണം കിളി കൊത്തി ഇടുന്നു. പറിച്ച് വെക്കാമെന്ന് ചോദിച്ച് പേരയ്ക്ക പറിക്കാനായിട്ട് ഞങ്ങൾ വന്നു. അപ്പം നിറച്ച് പേരയാണ് കണ്ടോ, പേരയ്ക്കയാണ്, നിറച്ച് പേരയ്ക്കയാണ്, പഴുത്ത് നിൽക്കുകയാണ്. കാക്കകൾക്കും കിളികൾക്കും ഒക്കെ സുഖമാണ്, ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്.
അപ്പം ഞാൻ കുറേ പറിച്ചു, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ, അല്ലാതെ എനിക്കിതിനോട് പ്രിയമല്ല. എനിക്കിഷ്ടമുള്ളൊരു പേരയുണ്ട്, കുഞ്ഞു പേര, അതിൻ്റെ പേരെനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ആ പേരയുടെ പേരും കൂടെ, പേരയ്ക്കായുടെ പേരൂടെ പറഞ്ഞ് ഞാനത് വീഡിയോ ചെയ്യും. ഞാനിപ്പം റിയലി മറന്നുപോയി അതിൻ്റെ പേര്. ഓക്കെ, ആ കുഞ്ഞു പേരയുടെയും കുറേ മരങ്ങളുണ്ട് ഇവിടെ. അപ്പം ഈ പേരയ്ക്കയെല്ലാം പറിച്ചിട്ടു. ഇനി എല്ലാം പെറുക്കിയെടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും തരിക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം, നിങ്ങളാണ് എൻ്റെ ബലം. അപ്പം നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് എനിക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങളെന്നെ അറിയിക്കുക. അപ്പോൾ എനിക്ക് ആ മിസ്റ്റേക്സ് തിരുത്താൻ പറ്റും. അതുപോലെ നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ലതാണെന്ന് പറയും. അപ്പോൾ എനിക്ക് സന്തോഷമാണ് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇത് കണ്ടോ, വലിയൊരു പേരയ്ക്ക കണ്ടോ, കുറേ കിട്ടി കേട്ടോ. ഞാൻ ഇതെല്ലാം പെറുക്കിയെടുക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമാണോ അവിടെ? എല്ലാവരും എന്ത് പറയുന്നു? പിന്നെ ഞാൻ ഈ പേരയ്ക്കെല്ലാം പെറുക്കിയെടുത്ത് വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് ഞാനിനി പോകാൻ പോകും കേട്ടോ. വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയ്യത്തെല്ലാം ചുറ്റിക്കറങ്ങി എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കും. പക്ഷേ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ. എൻ്റെ ചെടികളൊക്കെ ആണെങ്കിൽ എല്ലാം പോയി കിടക്കും. ഇനി എല്ലാം ശരിയാക്കി എടുക്കണം എനിക്ക്. ഓക്കെ, അപ്പം പേരയ്ക്കെല്ലാം പറിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്, വീണ്ടും പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണേ. ഓക്കെ, എല്ലാവരും വീഡിയോ ഫുൾ കാണണം കേട്ടോ. ഓക്കേ, അങ്ങനെ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഉണ്ട് 2 കൊല വിളഞ്ഞ് നിൽക്കുന്നത്. രണ്ടിനകത്തു നിന്ന് കിളി കൊത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ 2 കൊല ഇങ്ങ് വെട്ടിയെടുത്തു. ഇനിയിപ്പം 2 കൊലയുണ്ട്. ഇത് എന്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പഴത്തിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ലേ. ഞാൻ ഈ കൊല പൊക്കാൻ നോക്കിയിട്ട് യാതൊരു വിധത്തിന് പൊക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചേട്ടച്ചാരെ വിളിക്കട്ടെ കേട്ടോ, പുള്ളിക്കാരൻ വന്ന് എടുത്തോളൂ. ഒന്നിങ്ങോട്ട് വന്നേ നിമോസ്, ഒന്നിങ്ങോട്ട് വന്ന് ഇതെടുത്തേ. അതിന് മുമ്പേ കൈസർ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൈസർ വന്ന് നിൽക്കുന്നുണ്ടോ? കൈസർ വന്നാ മുന്നേ നിന്ന്. കൈസർ ഇവിടെ നിന്ന്, അയ്യോ എൻ്റെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ കൊലയൊന്ന് പൊക്കാൻ നോക്കി, പക്ഷേ അനങ്ങിയില്ല. ഞാനപ്പം ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ വന്നൊന്ന് എടുത്തോണ്ട് വെയിലത്ത് വെച്ചിരിക്കുക. ഞാൻ വെച്ചതല്ല, ചേട്ടൻ തന്നെ വെച്ചതാ. അപ്പം ചേട്ടൻ വന്ന് കൊലയെല്ലാം എടുത്തോണ്ട് പോയി. ഞങ്ങളുടെ കൈസർ ഇവിടെ നിൽക്കുക. ഇനി അടുത്ത കൊലയും കൂടെ എടുത്തിട്ട് ഇവനിവിടുന്ന് മാറത്തുള്ളൂ, കാവൽ നിൽക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ.